തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഇനി അങ്ങോട്ടുള്ള യാത്ര, മുന്നോട്ടുള്ള യാത്രയും അതിനാവശ്യമായ അനുപായികമായ നിർദ്ദേശങ്ങളും ആശയങ്ങളും ഈ ചർച്ചകളിലൂടെ ഉൾത്തിരിഞ്ഞു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സാരഥികളാണ് ഇപ്രാവശ്യത്തെ ഈ ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്ന പ്രത്യേകത കൂടി ഉണ്ട്. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ട്, അവിടെയാണ് ഈ 18, 19 തീയതികളിലെ എക്സിബിഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. കുടുംബശ്രീയുടെ ഇന്ത്യ ഫുഡ് കോർട്ടും, അതായത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന ഭക്ഷണം, അതുപോലെ തന്നെ വൈവിധ്യമാർന്ന വിപണന സ്റ്റാളുകൾ, വനസുന്ദരി ഉൾപ്പെടെയുള്ള കുടുംബശ്രീ വിഭവങ്ങൾ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിഭവങ്ങൾ ഉൾപ്പെടെ ഫുഡ് കോർട്ടിൻ്റെ ഭാഗമായിട്ട് അവിടെ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ഫെബ്രുവരി 18 വൈകുന്നേരം വിവിധ പരിപാടികൾ ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായി 5 മണിക്ക് സ്നേക്ക് പാർക്ക് പരിസരത്തു നിന്ന് ആരംഭിക്കുന്ന വിളംബര ഘോഷയാത്ര, അതോടുകൂടിയാണ് പരിപാടിക്ക് തുടക്കമാവുക. ജീവനക്കാരുടെയും ജനപ്രതിനിധിയുടെയും കലാമത്സരങ്ങളും, ഒപ്പന, തിരുവാതിര, അതുപോലെ തന്നെ ഗ്രൂപ്പ് നാടോടി നൃത്തങ്ങൾ തുടങ്ങിയ ഇനങ്ങളിൽ കണ്ണൂർ ജില്ലയിലെ കേരളോത്സവത്തിൽ ബ്ലോക്ക് തല, മുനിസിപ്പൽ തല 1ാം സ്ഥാനം നേടിയിട്ടുള്ള ടീമുകളുടെ മത്സരങ്ങളും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രാദേശിക തലത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നു. 13-ാം തീയതി വിധു പ്രതാപ് നയിക്കുന്ന ബാൻഡ് 13-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. 13-ാം തീയതി വൈകുന്നേരം ബഹുമാനപ്പെട്ട മന്ത്രി, പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി റിയാസ് ആന്തൂർ നഗരസഭാ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കലാപരമായ പരിപാടികളുണ്ടാവും. 14-ാം തീയതിയും 15-ാം തീയതിയും 16-ാം തീയതിയും വിവിധ പരിപാടികളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്. 18-ഉം 19-ഉം ഉണ്ട്. വേടനാണ് 19-ന്റെ കലാപരിപാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രം. അത് 19-നാണ്, സമാപനത്തിലാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യുക 19-ന് രാവിലെ. അന്ന് തന്നെ സംസ്ഥാന ഗവൺമെൻറ് വിവിധ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകൾക്ക് നൽകുന്ന ട്രോഫി അന്ന് പ്രഖ്യാപിക്കുകയും അത് നൽകുകയും ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലും ആന്തൂർ നഗരസഭാ ഗ്രൗണ്ടിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് പോലുള്ള പൊതുവേദിയായിട്ട് ഉപയോഗിക്കും. ആ ഗ്രൗണ്ടിലാണ് പ്രതി സമ്മേളനം നടക്കുക. ആ സമ്മേളനം ആ ഗ്രൗണ്ടിൽ വെച്ച് നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. 3 കോളേജ് സംവിധാനം ഉപയോഗിക്കും.